സ്തോത്രം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നലെ നമ്മൾ കിടന്നുറങ്ങി രാവിലെ എണീപ്പാൻ കർത്താപ്പച്ചനിടയാക്കിയ അവൻ കൃപകൾക്കായി നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കൈക്ക് കാലിന് ഒക്കെ നമുക്ക് ശക്തി തന്ന് ദൈവം തമ്പുരാൻ എത്ര മനോഹരമായ രീതിയിൽ നമ്മളെ വഴി നടത്തുന്നു. കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്, ആശ്വാസം തരുന്നവരാണ്, വിടുതൽ നൽകി തരുന്നവനാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ഓരോരുത്തർക്കും മുമ്പോട്ട് യാത്ര ചെയ്യാം. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ആസ്പദമാക്കി പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് തണ്ടിന്മേൽ വെച്ച വിളക്ക്. അപ്പോൾ ഒരു വിളക്കെടുത്ത് അതിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ തിരിയൊക്കെ ഇട്ട് കത്തിക്കുന്ന വിളക്കുകളുണ്ട്. അപ്പോൾ അതിനകത്ത് എണ്ണ ഒഴിച്ച് തിരിയൊക്കെ ഇടുമ്പോഴത്തേക്കിന് അത് കത്തി ഇങ്ങനെ നിൽക്കും. അതായത് ഈ എണ്ണ ആയിരിക്കും മണ്ണെണ്ണയാന്ന് തോന്നുന്നു, മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് വിളക്കുകൾ, പിന്നെ ഇങ്ങനെ റാന്തൽ വിളക്കുകൾ, പിന്നെ ഇങ്ങനെ വേറെ ഇപ്പോഴത്തെ എമർജൻസി പോലെ കത്തി നിൽക്കുന്ന ലൈറ്റുകളൊക്കെ ഇപ്പം നമുക്ക് അങ്ങനെ ഈ പഴയ രീതിയിലുള്ളതൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കുമല്ലോ പണ്ടത്തെയൊക്കെ. അപ്പം ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് പല ടൈപ്പിലുള്ള വിളക്കുകൾ, കാര്യങ്ങൾ, ഒട്ട് വിളക്കുകൾ, കാര്യങ്ങൾ. ഒന്നും വേണ്ട, നമ്മളൊരു കുപ്പി എടുക്കുക. ആ കുപ്പി എടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി ഈ മണ്ണെണ്ണ ഒഴിക്കണം. മണ്ണെണ്ണ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് അതിൻ്റെ ഒരു അടുപ്പിനൊരു ഗ്യാപ്പൊക്കെ ഇട്ട് തിരിയൊക്കെ ഇട്ട് വെച്ച് കത്തിച്ചാൽ അത് നല്ലതായിട്ട് ഇങ്ങനെ ആ എണ്ണ തീരുന്നിടം വരെയും കത്തി നിൽക്കും. അതാണ് ആ എണ്ണ ഇങ്ങനെ തിരി വലിച്ചെടുത്ത് പിന്നെ മെഴുകുതിരി നമ്മൾ കത്തിച്ച് വെച്ചാൽ നിൽക്കും. പിന്നെ ലൈറ്റിൻ്റെ വെട്ടം, ഇതെല്ലാം നമ്മൾ വെട്ടമാണ്. ഇപ്പോൾ ഒരു ബൾബാണെങ്കിലും മുകളിൽ നിന്ന് ഇടത്തക്ക രീതിയിലാണെങ്കിൽ ആ മുറിയിലേക്കെല്ലാം പ്രകാശം ലഭിക്കത്തക്ക രീതിയിൽ, നമ്മൾ ഒരു ഇരുട്ടിലുള്ള ഒരു മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ജനലൊക്കെ ഒന്ന് തുറന്ന് അല്ലെങ്കിൽ വെട്ടമൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു പ്രകാശമാണ് ആ മുറിയിലേക്ക് വരുന്നത്. അപ്പം ഈ അത്ഭുതകരമായ പ്രകാശം ദൈവത്തിൽ നിന്നുണ്ട്. ആ ദൈവത്തിൽ നിന്നുണ്ട്. ദൈവിക തേജസ്സിൻ്റെ പ്രകാശത്താൽ നിറയ്ക്കുവാൻ ദൈവത്തിന് സാധിക്കും. തണ്ടിന്മേൽ വെച്ച വിളക്ക്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ കീഴിലോ വയ്ക്കാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലോ വയ്ക്കുന്നത്. അപ്പോൾ ഒരു വിളക്ക് കത്തിച്ച് ഇവിടെ നമ്മൾ താഴെ വെച്ച് കഴിഞ്ഞാൽ വെട്ടം കിട്ടത്തില്ല. എന്തെങ്കിലും സ്റ്റാൻഡിലോ വല്ലതും പൊക്കി വെച്ച് കഴിഞ്ഞാലല്ലേ വെട്ടം നമുക്ക് കിട്ടത്തുള്ളൂ. വെളിപ്പെടുവാൻ ഉള്ളതല്ല, അത് ഗൂഢമായതൊന്നുമില്ല. വെളിച്ചത്ത് വരുവാനുള്ളതല്ല, അത് മറവായത് ഒന്നും തന്നെ ഇല്ല. കേൾക്കുവിൻ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് പറഞ്ഞതിന് ശേഷം ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറയുന്നത്. വീണ്ടും അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചു കൊള്ളുകയും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുത്ത് കളയും. അപ്പോൾ തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ ശോഭിച്ച് നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് ഇതിന് അർത്ഥം. ഇനി വിത്തിൻ്റെ ഉപമ. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു നിലത്തിൽ വിത്ത് വിതറിയ മനുഷ്യനോട് സദൃശ്യമാകുന്നു. അപ്പോൾ വിത്തിൻ്റെ ഉപമയായിട്ടാണ് പറയുന്നത്. വിത്ത് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്ന വിത്ത് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്വർഗരാജ്യത്തെ ആക്കി പറയുന്നതാണ് വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല വിത്ത് നിലത്ത് നമ്മൾ കുഴിച്ചിട്ടാൽ അത് ഫലം കിട്ടും നമുക്ക്. നല്ലതല്ലാത്തതോ ഒന്നും കിട്ടത്തില്ല, ചിലപ്പോൾ നമ്മൾ ആ വർഷം വെട്ടിക്കളഞ്ഞെന്നിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ദൈവരാജ്യം ഒരു നിലത്തിൽ വിത്ത് വിതറിയ മനുഷ്യനോട് സദൃശ്യമാണ്. രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും കഴിയവേ അവൻ അറിയാതെ തന്നെ വിത്ത് മുളച്ച് വളർന്നു വരും. അപ്പം നല്ല വിത്താണെങ്കിൽ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളർന്നു വരും. അപ്പം നമ്മളിലുള്ള കാര്യങ്ങളിലെ ആത്മീയ കാര്യങ്ങളെ നമ്മൾ വളർത്തിയെടുക്കണം. എന്തിനു വേണ്ടി? സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാകണം. നമ്മൾ നല്ല വിത്താകണം ഓരോരുത്തരും. നമ്മൾ നിലത്തിന് ആദ്യം ഞാറും പിന്നെ കതിരും നിറഞ്ഞ മണിയും സ്വയമേ വേണം. അപ്പം കറ്റയൊക്കെ ഇങ്ങനെ നടിയല്ല, ഞാറ് നടുന്ന പോലെ നട്ടാൽ അത് ചിലത് പതിരായിപ്പോവും, ചിലത് നല്ല കതിരായിട്ട് നിൽക്കും. നിലത്തിൽ ആദ്യം ഞാറും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും സ്വയമേ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു. ഉണ്ടോ? പിന്നെ കടുകുമണിയുടെ ഉപമ അടുത്തത്. ആദ്യം ഞാൻ പറഞ്ഞത് തണ്ടിന്മേൽ വെച്ച വിളക്ക്. ആ വിളക്ക് പോലെ നമ്മൾ ശോഭിക്കണം, അതാണ്.
വിത്തിൻ്റെ ഉപമ. നല്ല വിത്തായിരിക്കണം നമ്മൾ, അതാണ്. പിന്നെ മൂന്നാമത്തേത് കടുകുമണിയുടെ ഉപമയാണ്. പിന്നെ അവൻ പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോടാണ് ഉപമിക്കേണ്ടത്? ഏത് ഉപമയിലാണ് അത് വർണ്ണിക്കേണ്ടത്? അത് കടുകുമണിയോട് സദൃശ്യമാകുന്നു. നമ്മൾ ഈ കടുകൊക്കെ പൊട്ടിക്കുക, കടുക് എന്നാണ് ഒരു ശകല ചിത്തിരിയേ ഉള്ളൂ. പക്ഷെ അത് എണ്ണയ്ക്കകത്തോട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടും അല്ലേ? അത് മണ്ണ് വിതയ്ക്കുമ്പോൾ ഭൂമിയിൽ എല്ലാ വിത്തിനും ചെറുതാണ്. അപ്പോൾ മണ്ണിനകത്താണെങ്കിലും നമുക്ക് കടുക് കുഴിച്ചിടാൻ പറ്റും. കടുക് ഇങ്ങനെ ആ കടുക് കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കടുക് ചെടിയായിട്ട് മാറും. എന്നാൽ വിതച്ച ശേഷം വളർന്ന സകല സസ്യങ്ങളിൽ വലുതായി തീർന്ന് ആകാശത്തിൽ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിക്കാൻ തക്കവണ്ണം വലുതായി ശാഖകൾ നടുന്നു. അപ്പം ആകാശത്തിൽ പക്ഷികൾക്ക് പറവകൾക്കൊക്കെ കഴിക്കാനായിട്ട് ഈ സസ്യങ്ങളിൽ നിന്നല്ല, അതിൻ്റെ വിത്തുകളും ഒക്കെ അല്ലേ ഇതൊക്കെ കൊത്തി തിന്നുന്നത്. അവൻ ഇങ്ങനെ ഉപമകളാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ അവരോട് വചനം പറഞ്ഞു. അപ്പോൾ തണ്ടിമേ വെച്ച് വിളക്കിൻ്റെ ഉപമ പറഞ്ഞു, വിത്തിൻ്റെ ഉപമ പറഞ്ഞു, കടുക് മണിയുടെ ഉപമ പറഞ്ഞു. ഉപമ കൂടെ അവരോട് ഒന്നും പറയുന്നുമില്ല. തൻ്റെ കൂടെ ശിഷ്യന്മാർ മാത്രമുള്ളപ്പോൾ അവൻ സകലതും അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതാണ്. ഇനി യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു. അന്ന് സന്ധ്യ ആയപ്പോൾ നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് അവനവർ അക്കരയ്ക്ക് പോകാം, ഇക്കര വിട്ടിടാം, അക്കരയാണ് എൻ്റെ ശാശ്വത നാട്, എൻ്റെ ശാശ്വത നാട്. അന്ന് സന്ധ്യ ആയപ്പോൾ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവർ ഇരുന്ന പടകിൽ തന്നെ അവനെ മറുകരയിലേക്ക് കൊണ്ടുപോയി. മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിരകൾ തള്ളിക്കറിയുന്നതുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി. ശിഷ്യന്മാർ, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമില്ലയോ അല്ലെ എന്ന് ചോദിച്ചു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലോട്, അടങ്ങുക, നിശ്ചലമായിരിക്കുക എന്ന് കൽപ്പിച്ചു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാവാൻ കാരണം എന്ത്? നിങ്ങളിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് ചോദിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ഇവൻ ആരാണ്? കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പരസ്പരം പറഞ്ഞു. അപ്പം തണ്ടിമേൽ വെച്ച വിളക്കിൻ്റെ ഉപമ, വിത്തിൻ്റെ ഉപമ, കടുകുമണിയുടെ ഉപമ, പിന്നെ യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ജയത്തോടെ നടത്തട്ടെ. മെസ്സേജ് കേട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജയത്തോടെ നടത്തട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം, എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. പരസ്പരം പ്രാർത്ഥിച്ച് നമുക്ക് മുന്നേറാം. ഭജനം വായിച്ച് മുന്നേറാം, ആരാധിച്ച് മുന്നേറാം. കുഞ്ഞുങ്ങൾ എല്ലാവരും, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, കുഞ്ഞുങ്ങൾ ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നിങ്ങളെ വഴി നടത്തും. സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ചേർത്ത് നടത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.